കർണാടകയിൽ മൂകാംബിക, മുരുദേശ്വർ, ധർമ്മസ്ഥലം അങ്ങനെ അനേകം പേരുകേട്ട അമ്പലങ്ങളുണ്ടെങ്കിലും അധികം ആരും അറിയപ്പെടാത്ത അമ്പലങ്ങളും ഉണ്ട്. അതിലൊന്നാണ് അനഗുഡി വിനായക ക്ഷേത്രം. ഈ കാണുന്നതാണ് ഉടുപ്പി നഗരത്തിലേക്ക് പ്രവേശിക്കുന്ന കവാടം. കർണാടകയിലെ ഉടുപ്പി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ കുഗ്രാമമാണ് അനഗുഡി. അനഗുഡ എന്നാൽ കന്നഡ ഭാഷയിൽ ആനയുടെ കുന്ന് എന്നാണ്. മലമുകളിലെ വിനായക ക്ഷേത്രത്തിന് പേരുകേട്ട സ്ഥലമാണിത്. കുംഭാസി എന്ന മറ്റൊരു പേരും ഈ ഗ്രാമത്തിനുണ്ട്. കുന്താപൂരിൽ നിന്നും 9 കിലോമീറ്ററും ഉടുപ്പിയിൽ നിന്ന് 30 കിലോമീറ്ററും മംഗലാപുരത്ത് നിന്ന് 96 കിലോമീറ്ററും ദൂരവുമുണ്ട്. ഈ സിദ്ധിവിനായക ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. ഇവിടെ കൊല്ലപ്പെട്ട കുംഭാസുരൻ എന്ന രാക്ഷസന്റെ പേരിലാണ് ഈ ഗ്രാമം അറിയപ്പെടുന്നത്. അഗസ്ത്യമുനി ജനങ്ങളുടെ ക്ഷേമത്തിനായി ഒരു ഹോമം നടത്തുകയായിരുന്നു. പാണ്ഡവരിൽ ഒരാളായ ഭീമൻ അസുരന്മാരെ വധിച്ചപ്പോൾ അതിൽ കുംഭാസുരൻ യജ്ഞം തടയാൻ ശ്രമിച്ചു. കുംഭാസുരനെ വധിക്കാൻ ഭീമൻ ഗണപതി ഭഗവാന്റെ കയ്യിൽ നിന്ന് ദിവ്യ ആയുധം വാങ്ങുന്നു. വിനായകൻ നൽകിയ ശക്തമായ വാളുകൊണ്ട് ഭീമൻ കുംഭാസുരനെ വധിച്ചു. ചടങ്ങുകൾ വിജയകരമായി പൂർത്തിയാക്കിയതോടെ നാട്ടിലെ ജനങ്ങൾ ഐശ്വര്യത്തിലായി. പിന്നീട് ആളുകൾ വിനായകനെ ആരാധിക്കാൻ തുടങ്ങി. അനഗുഡി മുക്തിസ്ഥലമെന്നും അറിയപ്പെടുന്നു. കർണാടകയിലെ 7 മുക്തിസ്ഥലങ്ങളിൽ ഒന്നാണ്. വിനായക ക്ഷേത്രം രാവിലെ 5:30 മണി മുതൽ വൈകിട്ട് 8:30 വരെ തുറന്നിരിക്കും. അനഗുഡിയിൽ ശ്രീകോവിലിൽ 4 കൈകളോടെ നിൽക്കുന്ന ഗണപതി വിഗ്രഹമാണ്. 2 കൈകൾ ഉയർത്തിപ്പിടിച്ച് വരദഹസ്ത എന്നറിയപ്പെടുന്നു. മറ്റ് 2 കൈകളും താഴേക്ക് ചൂണ്ടുന്നു, അതായത് മോക്ഷം. ഗണപതി വിഗ്രഹത്തിന് പുറകിൽ വെള്ളിക്കവചമുണ്ട്. പുരാതന പുരാണങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി ഗ്രന്ഥങ്ങൾ ഈ ക്ഷേത്രത്തിലുണ്ട്. പന്ത്രണ്ടടി ഉയരമുള്ള അനഗുഡി വിനായകൻ ഉദ്ഭവമൂർത്തിയാണ്. നെറ്റിയിലെ തിലകം ചന്ദന പേസ്റ്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഗണപതി ഭഗവാനെ 5 കിലോ ശുദ്ധമായ സ്വർണം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ബാക്കി ഭാഗം ശുദ്ധമായ വെള്ളി കൊണ്ടും. ഗണപതി വിഗ്രഹം ഓരോ വർഷവും വളരുന്നുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഗണേശ ചതുർത്ഥിക്കും ഡിസംബറിൽ നടക്കുന്ന രഥോത്സവം കാണാനും നിരവധി തീർത്ഥാടകരാണ് എത്തുന്നത്. ഗണപതി അമ്പലത്തിൻ്റെ അടുത്തായി കാണുന്നതാണ് ദുർഗാ പരമേശ്വരി അമ്പലം, അയ്യപ്പസ്വാമിയുടെ അമ്പലവും. ഈ കാണുന്നത് ദുർഗാ പരമേശ്വരി അമ്പലമാണ്. ഈ കാണുന്നതാണ് അയ്യപ്പസ്വാമിയുടെ അമ്പലം. ഇതിൻ്റെ ഉള്ളിൽ ഗണപതിയുടെയും സുബ്രഹ്മണ്യൻ്റെയും ശ്രീകോവിലുകൾ ഉണ്ട്. ഇത് അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ മുൻവശമാണ്. ഇവിടെ ശബരിമലയിലുള്ളതുപോലെ 18-ാം പടി കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ചിട്ടുണ്ട്.
മാലയിട്ടവർ മാത്രമേ 18-ാം പടി ചവിട്ടാൻ പാടുള്ളൂ എന്ന് ഇവിടുത്തെ ആളുകൾ പറയുന്നു. ശബരിമലയെ പോലെ ഈ ക്ഷേത്രത്തിന് പുറകിൽ കൂടി ഉള്ളിലേക്ക് കയറാം. അനഗുഡെ ക്ഷേത്രത്തിൽ എത്തുന്ന തീർത്ഥാടകർക്കായി അമോദ പ്രമോദ എന്ന 2 അതിഥി മന്ദിരങ്ങളും VVIPകൾക്കായി ഒരു AC കോട്ടേജും ഉണ്ട്. ഇതോടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു.